അങ്ങനെ സെലിബ്രിറ്റി കപ്പിൾസിനെ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് 1000 രൂപ വിൻ ചെയ്തിട്ടുണ്ട്. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഫേമസ് മലയാളം സെലിബ്രിറ്റീസിൻ്റെ സ്റ്റണ്ണിങ് ഓണം പോസ്റ്റ് ഞാൻ കാണിക്കും. അപ്പോൾ ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ആ പേഴ്സണെ നിങ്ങൾ കണ്ടുപിടിക്കണം. 10 സെക്കൻഡേ ടൈമുള്ളൂ. അപ്പോൾ 10 സെക്കൻഡിനുള്ളിൽ കണ്ടുപിടിക്കുന്നവർക്ക് ഒരു 1000 രൂപ വിൻ ചെയ്യാം. അപ്പോൾ ഞാൻ മലയാളത്തിൽ കുറച്ച് ഫേമസ് സെലിബ്രിറ്റീസിൻ്റെ സ്റ്റണ്ണിങ് ഔട്ട്ഫിറ്റ്സിൽ ഓണം പോസ്റ്റ് കാണിക്കുക. അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യണം. 10 സെക്കൻഡേ ടൈമുള്ളൂ. 10 സെക്കൻഡിനുള്ളിൽ പറഞ്ഞാൽ ഒരു 1000 രൂപ വിൻ ചെയ്യാം. ഓക്കെ, സിമ്പിൾ ടാസ്ക് ആണ്. റെഡി ആണല്ലോ? ഫസ്റ്റ് വൺ Fahad Fasil. Yes, Fahad Fasil. Second one. Indrajit. Yes. Purnima and Indrajit. Okay. First one. അറിയില്ല. Next one. ഇത് ഇൻഫ്ലുവൻസേഴ്സ് ആണത്. നസ്രിയ ഫഹദ്. ഫഹദ് അല്ലേ? Okay. ഫസ്റ്റ് വൺ. ഫഹദ് ഫാസിൽ. ഉറപ്പല്ലേ? ഫഹദ് ഫാസിൽ. ഓക്കെ, ഫഹദ്. ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത്. ഓക്കെ, രണ്ടാമത്തെ ആൻസർ ശരിയാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ഇതോട് ശരിയാക്കിയാൽ 1000 രൂപ വിൻ ചെയ്യാം. ലാസ്റ്റ് വൺ ശ്രീനിഷ്. ഓക്കെ, ശ്രീനിഷ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ. ഇത് ഡയറക്ടഡ് അല്ല. അല്ലല്ല, മലയാളത്തിലെ ഫേമസ് ആക്ടറിന്റെ ആണ്. ഇപ്പൊ ഈ അടുത്തൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന റീസെന്റ് ഒരു പടമൊക്കെ ഇറങ്ങിയ ആളുടെ ആക്ടർ ആണോ? ആ, റീസെന്റ് ഭയങ്കര വൈറലോ? ആ, ഈ അടുത്തൊരു പടം ഇറങ്ങിയേ ഉള്ളു. ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന. അയ്യോ, കഴിഞ്ഞു. കുഞ്ചാക്കോ. സോറി, എനിക്കറിയത്തില്ല. ഇതാരാണ്? വൈഫിന്റെ പേര് അറിയില്ല. ജയസൂര്യയുടെ വൈഫാണ്. ജയസൂര്യാണ്. ഉറപ്പിച്ചോ? യെസ്, 1000 രൂപ വിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇന്ദ്രജിത്ത്. ഓക്കെ, ഇതാരാണ്? പൂർണിമ. ആ, ഓക്കെ. ഫസ്റ്റ് വൺ സിമ്പിൾ വൺ. ഫഹദ്. ഉറപ്പിച്ചോ? ഓക്കെ, ഫഹദ് ഫാസിൽ കറക്റ്റ് ആൻസർ. സെക്കൻഡ് വൺ സുപ്രിയ. മിസ്സിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആരാണ്? പൃഥ്വിരാജ്. ആ, ഓക്കെ, പൃഥ്വിരാജ് കറക്റ്റ് ആൻസർ. ആൻഡ് സെക്കൻഡ് വൺ ഇന്ദ്രജിത്ത്. ഇതാരാ? പാർട്ണറെ അറിയാലോ. പൂർണിമ. ആ, ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ, ഇതോട് കറക്റ്റ് ആക്കിയാലും 1000 രൂപ വിൻ ചെയ്യാം. ലാസ്റ്റ് വൺ. അയ്യോ, ഇവരേതാ? പ്രിയാണോ? പ്രിയ കുഞ്ചാക്കോ. ഓ യെസ്, കം ഓൺ. അയ്യോ, ഇത് ജ്യോതിർമയാണ്. 7 സെക്കൻഡ്, 8 സെക്കൻഡ്. അമൽ നീരത്. ഓ, കറക്റ്റ്. ആദ്യമായിട്ടാണ് ഒരാൾ ശരിയാക്കി. ഓക്കെ ബ്രോ, 1000 രൂപ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെലിബ്രിറ്റി കപ്പിളിന്റെ പോസ്റ്റ് ഏതാണ്? ഓണം പോസ്റ്റ്. പേളിമണിയും ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ നസ്രിയ ഓഫ് കോഴ്സ്. ഓക്കെ, നസ്രിയ ഫഹദ് തന്നെയാണ്. പേളിമാണിയാണ്. പൂർണിമ ആൻഡ് ഇന്ദ്രജിത്ത്. ഓക്കെ, അപ്പൊ ഈ ഓണത്തിന് ബ്രോ വെയിറ്റ് ചെയ്തിരിക്കുന്ന സെലിബ്രിറ്റി ആരുടെയാണ് പോസ്റ്റ്? സെലിബ്രിറ്റി ആരുടെ പോസ്റ്റ് ആണ്? ടോവിനോ. ടോവിനോയും വൈഫും. അതെ, എനിക്ക് ടോവിനെയും വൈഫിനെയും കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. ഓക്കെ, ആ ഒരു മുണ്ടൊക്കെ എടുത്ത് കാണണമെന്നുണ്ട്. ഞാൻ ദുൽഖറിന്റെ ഞാൻ ദുൽഖർ ഫാനാണ്. സോ എപ്പോഴും ഞാൻ ദുൽഖറിന്റെ പോസ്റ്റ്. ഇവിടെ എനിക്ക് സാനിയപ്പൻ. സാനിയപ്പൻ ആരോടെ ഇടും? ഒറ്റയ്ക്ക്. ശരിയാ. അപ്പൊ ഈ ഓണത്തിന് പാർട്ണറുമായിട്ട് ഇതുപോലെ ഒരു ഓണം പോസ്റ്റ് ഇടാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? സിംഗിൾ ആണ്. അടുത്ത ഓണത്തിന് ഇതുപോലെ പോസ്റ്റ് ഇടാനായിട്ട് ഒരു പാർട്ണറെ കണ്ടുപിടിക്കാൻ എന്താണ് പ്ലാൻ? അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? വീട്ടുകാർ പറയുന്നത് പോലെ ഞാൻ നല്ല കുട്ടിയാണ്. ഓക്കെ, വീട്ടിൽ പറയുന്ന പോലെ. ഓണത്തിന് ഇതുപോലെ പാർട്ണറിന്റെ കൂടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? പാർട്ട്ണർ ഉണ്ടെങ്കിലല്ലേ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാർട്ണർ ഇല്ല. ഓക്കെ, അപ്പൊ അടുത്ത ഓണത്തിന് ഇതുപോലെ ഒരു പാർട്ണറെ കണ്ടുപിടിക്കാനായിട്ടുള്ള എന്താ പ്ലാൻ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വല്ല മാട്രിമോണി സൈറ്റിൽ വല്ല രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ ഇടും. അപ്പൊ ഈ ഓണത്തിന് നിങ്ങൾ ഇതുപോലെ പാർട്ണറുമായിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇടാൻ പ്ലാൻ ഉണ്ടോ? സിംഗിൾ ആണോ? ഓ അതെ. അപ്പൊ അടുത്ത ഓണത്തിന് ഇതുപോലെ പാർട്ണറുമായിട്ട് പോസ്റ്റ് ചെയ്യാൻ എന്താ വഴി? ആഗ്രഹമുണ്ട്, നോക്കണം. നോക്കുന്നുണ്ടോ? നോക്കും. പിന്നെന്ത്? എങ്ങനെയാണ് നോക്കുന്നത്? വല്ല മാട്രിമോണിയോ നിങ്ങളൊക്കെ നോക്കാം. അങ്ങനെ എന്തുകൊണ്ട് കേരള മാട്രിമോണി ട്രൈ ചെയ്തുകൂടെ? കേരള മാട്രിമോണി പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കേരള മാട്രിമോണി അറിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? മാട്രിമോണി കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്നത് കേരള മാട്രിമോണി തന്നെ. അപ്പോൾ കേരള മാട്രിമോണി എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ മാട്രിമോണി സർവീസ് ആണ്. ഇതിൽ നമുക്ക് ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ് അവൈലബിൾ ആണ്. നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് പാർട്ട്നേഴ്സിനെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓണത്തിന് കേരള മാട്രിമോണി പുതിയൊരു ഓഫർ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു പൊന്നോണം ടൈമിൽ മെമ്പർഷിപ്പ് എടുത്താൽ ഈ പീരീഡ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രീ ആണ്. പൊന്നോണം കഴിഞ്ഞിട്ടാണ് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് സക്സസ് സ്റ്റോറീസ് ഉള്ള കേരള മാട്രിമോണിയിൽ ഇപ്പോൾ ഹോറോസ്കോപ്പിക് ഫീച്ചേഴ്സ് വെച്ച് നമ്മുടെ പാർട്ണറെ കണ്ടുപിടിക്കാം. കേരള മാട്രിമോണി വഴി മാരീഡ് ആയിട്ടുള്ള ആരെങ്കിലും പരിചയമുണ്ടോ പേഴ്സണലി? കസിൻ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ബ്രോ, കേരള മാട്രിമോണി വഴി മാരീഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ അറിയാം. നാട്ടിലൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ കേരള മാട്രിമോണി ഡൗൺലോഡ് ചെയ്യോ? ഞാൻ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യാം. അപ്പം കേരള മാട്രിമോണി ആപ്പ് ഡൗൺലോഡ് ചെയ്യോ?
ചെയ്യാം. അപ്പൊ ഇപ്പൊ തന്നെ കേരള മാട്രിമോണി ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ പെർഫെക്റ്റ് പാർട്ണറെ കണ്ടെത്തും. പക്ഷേ അങ്ങനെ സെലിബ്രിറ്റി കപ്പിൾസിനെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് 1000 റുപ്പീ വിൻ ചെയ്തിട്ടുണ്ട്. യെസ്, കൺഗ്രാറ്റ്സ്. യെസ്, അപ്പോൾ കൺഗ്രാറ്റ്സ്. ഇപ്പൊ തന്നെ കേരള മാട്രിമോണി ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ.